ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു, അത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ 100% രാവിലെ മുതൽ വൈകുന്നേരം, രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ, വൈകുന്നേരമാണ് ചൊല്ലിയതെങ്കിൽ രാവിലെ വരെ അവൻ സുരക്ഷിതനാണ് എന്നാണ്. അല്ലേ? ഞാൻ വ്യക്തിപരമായി ദിക്ർ സ്ഥിരമായിട്ട് ചൊല്ലേണ്ട ഒരാളാണ്. അൽഹംദുലില്ലാ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത്യാവശ്യം വീഡിയോ ഒക്കെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സംരക്ഷണം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ മഹാപകടങ്ങൾ നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ സാധാരണ ചൊല്ലണ ഈ ദിക്ർ ഞാൻ അന്ന് ചൊല്ലിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹോദരനായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഈ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ എന്നുള്ള ദിക്ർ ഒരു ഷെയ്ഖ് പഠിപ്പിക്കുകയാണ്. എന്താ? ഈ ദിക്ർ ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും സംരക്ഷണം കിട്ടും എന്ന കാര്യം ഒരു ഷെയ്ഖ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, എന്നിട്ട് നിങ്ങൾ പാരലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ എങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം, ഫഅസാബ അബാ ഉസ്മാൻ അൽ ഫാലിജ് ഫജഅല അർ-റജുലു അല്ലദീ സമിഅ മിൻഹു അൽ-ഹദീസ് യൻദുറു ഇലൈഹി ഫഖാല മാ ലക തൻദുറു ഇലയ്യ. ഈ ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഷെയ്ഖിനെ ഈ ഒരാളിങ്ങനെ നോക്കുകയാണ്. അപ്പൊ എന്തേച്ചു നോക്കണമെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ സംരക്ഷണം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, മാ കദബ്തു അല ഉസ്മാന വലാ കദബ ഉസ്മാനു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉസ്മാനോട് കളവ് പറഞ്ഞിട്ടില്ല, പ്രവാചകൻ നമ്മളോടും കളവ് പറഞ്ഞിട്ടില്ല. പക്ഷേ വലാകിന്നൽ യൗമല്ലദീ അസ്വാബനി ഫീഹി മാ അസ്വാബനി, എനിക്ക് ബാധിച്ച ഈ വിഷയം ബാധിക്കണമെന്ന് എന്താ, ഞാന് ഖൽബ്തു ഫനസിയ അൻ അഖൂലഹാ, ഞാൻ എന്തോ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമായിരുന്നു, ഞാനത് ചൊല്ലാൻ മറന്നിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ്. ബിസ്മില്ലാഹി